അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു. ഇന്ന് കാലത്ത് നമുക്ക് കിട്ടിയ വളരെ സങ്കടപ്പെടുത്തുന്നൊരു വാർത്തയായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഹാഫിൽ മസ്ഊദ് സഖാഫി ഉസ്താദ് നമ്മളോട് വിട പറഞ്ഞു എന്നുള്ളത്. ഇന്നലെ രാത്രി ഒരു പ്രഭാഷണം കഴിഞ്ഞ് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് സുഖമില്ലാതായി. അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് അദ്ദേഹം യാത്രയായി. ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങൾ നമ്മളെല്ലാവരും കേൾക്കാറുള്ളതാണ്. സാധാരണ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുഞ്ചിരിയോട് കൂടി വളരെ എളിമയോട് കൂടിയിട്ട് ഏതൊരു മനുഷ്യനും ഉള്ളിലേക്ക് ശാന്തിയുടെ നല്ല സ്നേഹത്തിൻ്റെ വാക്കുകൾ കൊടുത്തുകൊണ്ട് ദീനി ദഅ്വാ രംഗത്ത് സജീവമായി നിന്നിരുന്നു അദ്ദേഹം. വരുന്ന റമദാനിക്ക് ഒരു പക്ഷേ ഒരുപാട് ബുക്കിങ്ങുകളൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കാം. ഒരുപാട് വേദികളിൽ കയറിക്കൊണ്ട് നല്ല നല്ല ഉപദേശങ്ങൾ കൊടുക്കുവാനും കൂട്ട പ്രാർത്ഥന നടത്തുവാനൊക്കെ. പക്ഷേ അതിനു മുമ്പേ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് അദ്ദേഹം യാത്രയായി. അള്ളാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകി ഉസ്താദിനെ തൃപ്തിയോടുകൂടി അള്ളാഹു സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം അലങ്കരിച്ച് നൽകുമാറാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അവരുടെ കുടുംബത്തിന് എല്ലാ ഹിഫ്ളും ക്ഷമയും അള്ളാഹു കൊടുക്കുമാറാകട്ടെ. ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഒരുപാട് ആരോപണങ്ങൾ പല രീതിയിൽ പലവർക്കും വരുന്നുണ്ട് എങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ഹാഫിൽ ഉസ്താദിന് യാതൊരു രീതിയിലുള്ള ആരോപണങ്ങളും കാര്യമായിട്ട് കേട്ടിട്ടില്ല. കാരണം അദ്ദേഹം എത്ര വലിയ ആളുകളോടും ചെറിയ കുട്ടികളോടാണെങ്കിലും വളരെ എളിമയോട് കൂടിയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ വേദിയിലൊക്കെ നമുക്കറിയാം, നമ്മുടെയൊക്കെ ഉള്ളിലേക്ക് ശരിക്കും ഇങ്ങനെ ചിന്തിക്കുന്ന രീതിയിലാണ് ഉസ്താദിൻ്റെ ഓരോ വാക്കുകൾ. അതൊരു പരിഹാസ രൂപേണയോ അതല്ലെങ്കിൽ മറ്റുള്ള ഒരു ആളുകളെ വേദനിപ്പിച്ചിട്ടൊന്നുമല്ല. ദീനിൻ്റേതായ കാര്യങ്ങൾ വളരെ തൻ്റെ ആ ഒരു ശൈലി തന്നെ മനോഹരമാക്കിയിട്ടാണ് അദ്ദേഹം നമ്മുടെ ചെവികളിലേക്കൊക്കെ എത്തിച്ചിരുന്നത്. ഉസ്താദ് ഇപ്പോൾ മലപ്പുറം ജില്ലയിലാണ് താമസിക്കുന്നത്. ഗുഡല്ലൂർക്കാരനാണെങ്കിലും ഇപ്പോൾ മലപ്പുറം ജില്ലയിലാണ് അദ്ദേഹം ജോലി ചെയ്ത് താമസിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ഉസ്താദിന് ഇവിടെ ഒരുപാട് ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ്, ദീനിൻ്റെ സജീവമായ പ്രവർത്തന മേഖലയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായത്. അള്ളാഹു ഒരുപാട് ആളുകളെ ഇഷ്ടപ്പെട്ടവരെ അവൻ്റെ റഹ്മത്തിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോകുമെന്നൊക്കെ പറയുന്നത് കേൾക്കാം. അങ്ങനെ നമുക്ക് ഒരു സമാധാനം സ്വയം മനസ്സിന് വരുത്താം. അതല്ലാതെ നമുക്കൊന്നും ഇതിൽ പറയാനില്ല. കാരണം പണ്ഡിതന്മാരുടെ മരണം എന്നുള്ളത് അത് ലോകത്തിൻ്റെ തന്നെ ഒരു മരണമാണെന്നാണ് പറയുന്നത്. ഒരുപാട് നഷ്ടങ്ങളാണ്. ഇതുപോലുള്ള ആത്മീയ മേഖലയിൽ വളരെ ഇഖ്ലാസോട് കൂടി പ്രവർത്തിക്കുന്ന നമ്മുടെ ഉസ്താദുമാരുടെയൊക്കെ വിയോഗം എന്നുള്ളത്, ഉസ്താദിൻ്റെ മരണവാർത്ത അറിഞ്ഞ് ആയിരങ്ങൾ അവിടെ എത്രയോ നിമിഷ നേരം കൊണ്ടാണ് ഓടിയെത്തിയതും ഉസ്താദിന് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചതും അതുപോലെ തന്നെ പ്രാർത്ഥനയൊക്കെ നടത്തിയതെന്ന്. നാടിൻ്റെ നാനാഭാഗങ്ങളിലായിട്ട് ഉസ്താദിന് ഒരുപാട് തഹ്ലീൽ ചെല്ലുന്നവർ, ഫാത്തിഹ സൂറത്ത് ഓതുന്നത്, അൽഹംദുലില്ലാഹ്, ഇതൊക്കെ വല്ലാത്തൊരു ലാഭമാണ് ദുനിയാവിലും ആഖിറത്തിലും. കാരണം നമ്മൾ മരിച്ചതിന് ശേഷം ഒരു സ്നേഹത്തോടു കൂടി അദ്ദേഹത്തിനൊരു പ്രാർത്ഥന നടത്താമെന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു ഭാഗ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ടവരൊക്കെ യാതൊരു വിഷമവും ഇല്ലാതെ ഉസ്താദിനോട് ഒരു തരി വെറുപ്പ് പോലും ഇല്ലാതെ അത്രയേ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നവരിന്ന് ലോകത്ത് ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിരിക്കും. കാരണം ഞാൻ തന്നെ കാലത്ത് എന്നോട് എൻ്റെ വൈഫ് വന്നിട്ട് വളരെ സങ്കടത്തോട് കൂടിയിട്ടാണ് എൻ്റെ ഭാര്യ പറഞ്ഞത്, ഹാഫിൽ ഉസ്താദ് മരിച്ചു. അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമായി, വിഷമമായി പെട്ടെന്ന് ആ വാർത്ത കേട്ടു എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ അവരൊക്കെ വീട്ടിലിരുന്നിട്ട് ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ അത്രയും അതിലെന്തെങ്കിലുമൊക്കെ ഒരു കഴമ്പ് കിട്ടുമ്പോഴാണ് അവർക്കൊക്കെ മനസ്സിൽ തട്ടുന്നത്. എന്നിട്ട് എന്നോട് പ്രത്യേകിച്ച് വൈഫ് പറയുകയാണ്, കുടുംബങ്ങൾക്കൊക്കെ ഉപകാരമുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ എന്ത് പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്ന രീതിയിൽ സൗമ്യമായിട്ട് പറഞ്ഞു തരുന്നൊരു പണ്ഡിതനായിരുന്നു. വല്ലാത്തൊരു നഷ്ടമായി പോയി. ഇതുപോലെ ഇന്ന് ആയിരക്കണക്കിന് സഹോദരിമാർ അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് സഹോദരിമാർ ഉസ്താദിനെ കുറിച്ച് നന്മ പറഞ്ഞിട്ടുണ്ടായിരിക്കും. എല്ലാവരും ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യുക. ഉസ്താദിന് 3 ചെറിയ മക്കളാണുള്ളത്. അവർക്കൊക്കെ അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അവരുടെ കുടുംബത്തിന് സമാധാനവും ശാന്തിയും നൽകട്ടെ. ഉസ്താദ് ഒരുപാട് വലിയ ഉസ്താദുമാരുടെ ശിക്ഷണത്തിൽ പഠിച്ചു വളർന്ന ഒരാളാണ്. നല്ല കാമ്പുള്ള ഒരു പണ്ഡിതനാണ്. അതിൻ്റെ അപ്പുറം ഹിഫ്ദിലൊക്കെ നല്ല രീതിയിൽ അവഗാഹം നേടിയിട്ട് ഏതൊരു പ്രഭാഷണ വേദിയിലേക്ക് പോകുമ്പോഴും നന്നായി നോക്കി മനസ്സിലാക്കിയിട്ടൊക്കെ ഇന്ന കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു കൊടുത്ത് അവരുടെ ജീവിതത്തിൽ ഉപകാരം വേണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രഭാഷണം നടത്തിയിരുന്നൊരു പണ്ഡിതനാണ്. പൊടുന്നനെയാണ് അദ്ദേഹം നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയിരിക്കുന്നത്. എന്താണെങ്കിലും അള്ളാഹു ഇഷ്ടപ്പെട്ടവരുടെ ആ ഒരു വിയോഗം എന്നുള്ളത്
അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഈ ഒരു പരിശുദ്ധമായ ഈ റമദാൻ മാസത്തിൽ ഒരു പക്ഷേ ഉസ്താദ് ഇന്ന് പോലും ഉസ്താദിന് പരിപാടി ഉണ്ട് എന്നാണ് എന്നോട് സഹോദരൻ പറഞ്ഞത്. അതേപോലെ തന്നെ ഈ പരിശുദ്ധമായ റമദാനുമായി എത്രയോ വേദികൾ ഉസ്താദ് പങ്കിടുന്നതാണ്. ഒരുപാട് ആളുകൾക്ക് ഉസ്താദ് വാക്കാൽ ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇനി ആ പ്രഭാഷണ വേദികളിലൊന്നും ആ കൊടുത്ത ഡേറ്റിന് നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദില്ല. പക്ഷേ എന്താണ്, ആ വേദികളെല്ലാം ഉസ്താദിൻ്റെ ശബ്ദങ്ങൾ നിറഞ്ഞു നിൽക്കും. കാരണം അവരെല്ലാവരും പറയും ഇന്നത്തെ ഈ ഒരു വേദിയിൽ പ്രിയപ്പെട്ട ഹാഫിൽ മസ്ഊദ് സഖാഫി ഉസ്താദ് വരേണ്ടതായിരുന്നു. പക്ഷെ അദ്ദേഹം അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി. നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി ഒരു ഫാത്തിഹ ഓതാം, അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യാം. അദ്ദേഹം നിറഞ്ഞ മനസ്സുള്ളൊരു മനുഷ്യനായിരുന്നു എന്നുള്ളത് എല്ലാവരും പറയും. അത് തന്നെയാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ഏറ്റവും വലിയ വിജയം. നമ്മൾ മരണശേഷം നമ്മളെക്കുറിച്ച് നല്ലത് പറയാം, ആ നല്ലത് പറയിപ്പിക്കുന്നൊരവസ്ഥയിൽ. അല്ലാതെ താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി ഇന്ന് പല രീതിയിൽ പലതും നടക്കുമ്പോൾ അതിലൊന്നും ഉസ്താദ് ഇടപെടുകയോ അതിനൊന്നും പിറകെ പോവുകയോ ചെയ്യാതെ ദീനിൻ്റെ കാര്യങ്ങൾ പറയേണ്ട രീതിയിൽ വളരെ ആത്മാർത്ഥമായി സന്തോഷത്തോടു കൂടി അത് ഏതൊരു കാര്യമാണെങ്കിലും ആ നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി ജനങ്ങളെ വെറുപ്പിക്കാതെ പറഞ്ഞിരുന്നൊരു മഹാവ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് പ്രിയപ്പെട്ട ഉസ്താദ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ മുഴുവൻ നീളെ നോക്കിയാൽ മനസ്സിലാക്കും. ഉസ്താദ് പലപ്പോഴും അത് ന്യൂജനാവട്ടെ ഏതൊരാൾക്കാവട്ടെ വളരെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഉസ്താദിൻ്റെ ഓരോ സംസാരങ്ങളും നമുക്ക് മുന്നിലുള്ളത്. പടച്ച റബ്ബ് അദ്ദേഹത്തിന് ഉന്നതമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ നമ്മുടെ ശ്രോതാക്കളൊക്കെ ആരെങ്കിലും ഒരു ഫാത്തിഹ ഈ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ മുന്നേ ഒരു പക്ഷേ കാലത്ത് നിങ്ങൾ ഉസ്താദിന് വേണ്ടി തഹ്ലീൽ ചൊല്ലിയിട്ടുണ്ടായിരിക്കും, പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ വീഡിയോ കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഈ പ്രാർത്ഥനയ്ക്ക് ഒരു ആമീൻ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫാത്തിഹ കൂടുതൽ ചെല്ലുമ്പോൾ മാഷാ അല്ലാഹ് അത് നമുക്കെല്ലാവർക്കും ഒരു പുണ്യകർമ്മമാണ്. നാളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്നതാണ്. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ആ ഒരു മുഖം നമുക്കറിയാം, മനസ്സിൻ്റെ തേജസ് പോലെ തന്നെയാണ് മുഖത്തും ആ പ്രഭങ്ങനെ ജ്വലിച്ച് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ആത്മാർത്ഥമായിട്ട് ആ മനസ്സിൽ നിന്ന് വരുന്ന വാക്കുകൾ മാഷാ അല്ലാഹ് നമുക്കൊക്കെ എന്തൊരു മനോഹരമായിട്ടാണ് കേൾക്കാൻ കഴിഞ്ഞിരുന്നതും അത് ജീവിതത്തിൽ പകർത്താൻ നമുക്കൊക്കെ ശ്രമിക്കാൻ തോന്നിയിരുന്നതും. അപ്പം അത്രയുള്ള മഹാന്മാരായ പണ്ഡിതന്മാരുടെ വിയോഗം എന്നുള്ളത് അത് വലിയ നഷ്ടമാണ്. വലിയ നഷ്ടം എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഒരു നഷ്ടത്തിലേക്ക് തന്നെയാണ് അതിൻ്റെ പോക്ക്. എന്താണെങ്കിലും ഈ പരിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഉസ്താദ് വിട പറഞ്ഞിട്ട് നമ്മളിൽ നിന്ന് ഒരു ചെറിയ വിഷമം നമ്മുടെയൊക്കെ മനസ്സിനുണ്ട് എങ്കിലും അത് ദുന്യവിയായ വിഷമമാണ്. പക്ഷെ നമുക്കെല്ലാവർക്കും ആഖിറത്തിൽ ഉസ്താദിനോട് കൂടെ നിൽക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ, സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.